ശുഭ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു കുഞ്ഞ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഇൻകം ഒന്നും നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ കുഞ്ഞൊരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇത് പെയ്ഡ് ടു റീഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ചുമ്മാ ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്ലിക്കിനെ നമുക്ക് ഇത്ര പേയ്മെന്റ് വെച്ചിട്ട് $ഇത്ര പേയ്മെന്റ് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇനി അത് നമുക്ക് നമ്മുടെ മെയിലിലാണ് ഇവിടെ വർക്ക് വരുന്നത്. നമുക്ക് ഓരോ മെയിൽ വരും. ആ മെയിൽ ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ജോലി. ഓപ്പൺ ചെയ്ത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക, ഒരു 2-3 സെക്കൻഡ് അതിൽ സ്റ്റേ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കിൽ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ മെയിൽ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഇവിടെ നമുക്ക് പേയ്മെന്റ് കിട്ടുക. അങ്ങനെ വലിയ പേയ്മെന്റ് ഒന്നും ഇല്ല, കുഞ്ഞു പേയ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എല്ലാ സമയവും നമുക്ക് വർക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെയിൽ ID-യിലേക്ക് അവരുടെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയക്കും. അപ്പോൾ നമുക്ക് മെയിലിലേക്ക് തന്നെ അതിന്റെ ഓരോ തവണയുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും സൈറ്റിൽ കയറി വർക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മെയിലിൽ വരുന്ന മെയിൽ ഓപ്പൺ ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ജോലി. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് കുറച്ച് വിശദമായിട്ട് പറയാം. പെയ്ഡ് ടു റീഡ് ഇമെയിൽ, അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര്. ഗൂഗിളിൽ പോയിട്ട് പെയ്ഡ് ടു റീഡ് ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫസ്റ്റിൽ തന്നെ ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാനായിട്ടുള്ളൊരു ഫോമാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് അതിൽ ഡീറ്റെയിൽസ് ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ജെൻഡർ ചോദിക്കുന്നുണ്ട്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെയിം, കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മെയിൽ ID. അപ്പോൾ മെയിൽ ID നമുക്ക് ഏത് മെയിലിലേക്കാണോ നമുക്ക് വർക്ക് വരേണ്ടത് ആ ഒരു മെയിൽ ID ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് കൂടി സെറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ബോണസ് ആയിട്ട് $3 മറ്റോ കിട്ടുന്നുണ്ട്, വെൽക്കം ബോണസ് ആയിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വർക്ക് നമ്മുടെ മെയിലിൽ വരും. നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൽ ID ഒക്കെ കൊടുത്തല്ലോ. ശേഷം നമുക്ക് നമ്മുടെ മെയിലിൽ അവർ കുറേ ഇമെയിൽസ്, അവരുടേതായിട്ടുള്ള കുറേ ഇമെയിൽസ് അയക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് അവിടെ സ്റ്റേ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്ക് പോവുക. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യുന്നതിനാണ് നമുക്ക് കമ്പനി പേയ്മെന്റ് തരുന്നത്. അപ്പോൾ ഒരു മെയിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 0.00 എത്രയോ ഡോളറാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു മെയിൽ ഓപ്പൺ ചെയ്താൽ $1 ലഭിക്കില്ല, 0.something ആ ഒരു രീതിയിലാണ് പേയ്മെന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു കുറച്ച് മെയിലുകൾ, ഒരു 5-6 മെയിലൊക്കെ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് $1 കിട്ടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് ഇതിന്റെ പേയ്മെന്റ്. നമ്മളൊരു ചെറിയ കാര്യമല്ലേ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഒരു ക്ലിക്ക് അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്രമാത്രം എഫേർട്ട് കുറയുമോ അത്രയും പേയ്മെന്റും കുറയും. ഇവിടെ നമുക്ക് വലിയ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ ചെറിയ പേയ്മെന്റ് ആണ് കമ്പനി നൽകുന്നത്. പക്ഷെ ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ഇൻകം എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇത് കുറച്ചായി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഇൻകം കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വർക്ക് കിട്ടാനായിട്ട് മറ്റ് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സൈനപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആ ഒരു അക്കൗണ്ടിലേക്ക് അവർ പേയ്മെന്റ് വിത്തിൻ 24 hours ആണ് പറയുന്നത്. പേയ്മെന്റ് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവും. നമുക്ക് ഉടനെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. എത്രയോ ലിമിറ്റേഷൻ അതിൽ പറയുന്നുണ്ട്. അത്രയും ലിമിറ്റ് $1 ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ പേയിലോട്ടോ അല്ലെങ്കിൽ പേയ്പാൽ അക്കൗണ്ടിലേക്കോ മറ്റോ വിഡ്രോ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, വേറെ റിസ്ക് ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓൺലൈൻ ജോബാണ് കേട്ടോ. പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ഇവിടെ ഇൻകം, ഈ ഒരു സൈറ്റിൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. റെഫറൽ ഇൻകം എന്ന് പറയും. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ മറ്റൊരാൾക്ക് റെഫർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സൈറ്റും ചെറിയൊരു റെഫറൽ ഇൻകം പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഈ ഒരു സൈറ്റ് റെക്കമെൻഡ് ചെയ്തിട്ട് അവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നില്ല, ആ സൈറ്റിൽ ഡയറക്റ്റ് കയറി മാത്രം പോലെ അവർ കയറി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇൻകം കിട്ടുന്നത്. നമ്മൾ റെഫർ ചെയ്യുന്നു, നമ്മളൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുന്നു, ആ ഫ്രണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്ത റെഫറൽ ലിങ്ക് വഴി കയറി ആ ഫ്രണ്ട് ആ സൈറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതിന് ചെറിയൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അത്തരത്തിലൊരു റെഫറൽ ഇൻകം കൂടി നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാർട്ട് ടൈം ഇൻകം ഒക്കെ നോക്കുന്നവർക്ക്, ഒരു പോക്കറ്റ് മണി പോലെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ പെയ്ഡ് ടു റീഡ് ഇമെയിൽ എന്ന സൈറ്റിൽ കയറി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ശേഷം നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ ഇൻകം കിട്ടുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് റെഫർ ചെയ്യുക. അതിലൂടെയും നിങ്ങൾക്ക് നല്ലൊരു ഇതിലൂടെ. പിന്നെ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മളിവിടെ ഓൺലൈൻ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് നൽകുന്നത്. അപ്പോൾ അതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ റിസ്കിൽ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് അവരുമായിട്ടൊക്കെ എന്തെങ്കിലും ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ. ഇൻ കേസ് നിങ്ങൾ അവരുമായി എന്തെങ്കിലും ഇടപാട് നടത്തി അതിലെന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ കമ്പനി ഒരിക്കലും ഉത്തരവാദികളായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.